അപ്പം നമ്മളതിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ, ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ് ആര് വർക്ക് ചെയ്യുക, ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക. അറ്റ് ദിസ് ടൈം ദി പാർട്ട് ഓഫ് ആർമേച്ചർ എ ബി ആൻഡ് സി ഡി വിൽ ബി മൂവിങ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ to the direction of magnetic field. Hence, the flow of electricity will be maximum. ഇപ്പോൾ ഇവിടെ എന്ത് കാര്യമാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആർമേച്ചറിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. ആർമേച്ചർ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. പിന്നെ എക്സ്റ്റേണൽ മോഷൻ ഈസ് ഗിവൺ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടൊരു മോഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർമേച്ചർ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നുണ്ട് നോർത്ത് ടു സൗത്ത് നിന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആർമേച്ചർ ഈ ഫിഗറിൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ പാരലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇവിടെ എൻ ടു എസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സെയിം ആ പാരലൽ പ്ലെയിനിലാണ് ആരുള്ളത്, ഇവിടെ ആർമേച്ചറിൻ്റെ പൊസിഷൻ. അപ്പോൾ ആ ടൈമിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും, അതായത് 0 ആയിരിക്കും. സിൻസ് ദർ ഈസ് നോ ഫ്ലക്സ് ചേഞ്ച്. ക്ലിയർ ആണോ? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ പോർഷൻ എന്ത് ചെയ്യാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഒരു 90 ഡിഗ്രി തിരിഞ്ഞ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് മനസ്സിലാവും എൻ ടു എസ് മൂവ് ചെയ്യുന്ന എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ആര് കട്ട് ചെയ്യും, ആർമേച്ചർ കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകും എപ്പോൾ, 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ട് ആർമേച്ചർ 90 ഡിഗ്രി ഉണ്ടാകുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഇറ്റ് റിസൾട്ട്സ് ഇൻ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, അല്ലെങ്കിൽ മാക്സിമം കറണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ ആണോ? ഇനി ആർമേച്ചർ ഒരു 90 ഡിഗ്രിയുടെ എന്ത് ചെയ്ത് മൂവ് ചെയ്ത്, അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ സെയിം ഫിഗർ തന്നെ എ ബി എന്ന് പറഞ്ഞ സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ടോ, സി ഡി ആയിരിക്കും. ഇപ്പം സി ഡി എന്ന് പറഞ്ഞ സൈഡിൽ എന്ത് എ ബി ആയിരിക്കും, അതേ ചേഞ്ച് ഉള്ളൂ. ആ ടൈമിൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പാരലാണ് ആര്, ഇവിടെ ആർമേച്ചറിൻ്റെ പൊസിഷൻ. പാരലാണെങ്കിൽ നമുക്കറിയാം മിനിമം ഫ്ലക്സ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പോൾ അതോടെ എന്തുണ്ടാവും, മിനിമം കറണ്ട് അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്ലിയർ ആണോ? ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പാരലാണെങ്കിൽ മിനിമം പ്രൊഡക്ഷൻ ഓഫ് ഇ എം എഫ് അവിടെ നടക്കുന്നുള്ളൂ. ബട്ട് when the armature is in a perpendicular direction with the direction of magnetic field lines, it results in maximum EMF. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണെന്ത്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ഗ്രാഫിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുള്ളത്. Various stages of rotation of an armature coil while completing one rotation in a magnetic field and the graph of EMF produced by the coil are shown in the figure 3.6. അപ്പോൾ എന്തുകാരം എന്ത് ചെയ്യുക, 3.6 ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 0 ഡിഗ്രി മെഷർമെൻറ്റ് ഇ എം എഫ് ഉണ്ട് അല്ലേ. ഡിഗ്രി കൂടുന്നതനുസരിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇ എം എഫ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 90 ഡിഗ്രി മാക്സിമം ആണ്, 180 പിന്നെയും മിനിമം ആവുന്നുണ്ട്, പിന്നെ എന്തുണ്ട് 270 ആകുമ്പോൾ മാക്സിമം ആണ്. പക്ഷെ എന്താണ്, ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പോസിറ്റീവ് അപ്വാർഡ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡൗൺവേർഡ് നെഗറ്റീവാണ്. അപ്പോൾ നേരത്തെ ഡയറക്ഷനേക്കാളും നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ ഫ്ലോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ താഴെ എന്താണ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ടൈം ടേക്കൺ ബൈ ദി ആർമേച്ചർ കോയിൽ ഫോർ എ ഫുൾ റൊട്ടേഷൻ ഈസ് കോൾഡ് പീരീഡ്. നമുക്കറിയാവുന്ന കാര്യമാണ് പീരീഡ്. ഒരു ഫുൾ റൊട്ടേഷന്
റിക്വയർഡ് ആയിട്ടുള്ള ടൈമാണ് എന്ത് പീരീഡ്. ഇപ്പോൾ ഇവിടെ പീരീഡിൻ്റെ ബേസിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനറേറ്ററിനെ പറ്റി പറയാൻ പോവാണ്. എൻ എൻ എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്റർ വിച്ച് പ്രൊഡ്യൂസ് എ സി. In an AC generator, the induced EMF generated in the first half rotation in one direction and the generated in the second half rotation in the opposite direction together form the cycle of AC. The number of cycles per second is the frequency of AC. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യം, ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പം നമ്മൾ രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഈ എ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ പ്രത്യേകത, എ സി ജനറേറ്ററിൻ്റെ പ്രത്യേകത. ആൻഡ് ദി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് എ സി. ഇപ്പം നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ, അപ്പോൾ ആ കാര്യത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കൂടി പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ജനറലി ഇവിടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്താണ്, 50 Hz ആണ്. ദ ഫ്രീക്വൻസി ഓഫ് എ സി ജനറേറ്റഡ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ കൺട്രി ഈസ് 50 സൈക്കിൾ പെർ സെക്കൻഡ്സ് ഓർ 50 Hz. ഇപ്പോൾ ജനറേറ്ററിൻ്റെ കാര്യമാണ് അത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ് എ സി ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ സി മാത്രമാണോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, നമുക്ക് ഡി സി കൂടി ജനറേറ്റ് ചെയ്തൂടെ? അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു ജനറേറ്ററാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടർബിൻ ആരെങ്കിലും പിടിച്ച് കറക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ജനറേറ്ററിൻ്റെ ആ ഫിഗർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ സ്ലിപ്പ് റിങ്സിന് പകരം ഇവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്പ്ലിറ്റ് റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്പ്ലിറ്റ് റിങ് എന്തിനാണ് യൂസ് ചെയ്യുക, ഇറ്റ് ചേഞ്ചസ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എവറി ഹാഫ് സൈക്കിൾ. ഓരോ ഹാഫ് സൈക്കിളിലെത്തുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആര് ചേഞ്ച് ചെയ്യും, സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ നേരത്തെ എ സി ജനറേറ്റർ, ദാറ്റ് ഈസ് ദി ജനറേറ്റർ വിച്ച് പ്രൊഡ്യൂസ്ഡ് എ സി, അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ സ്പ്ലിറ്റ് റിങ് യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന കറണ്ട് എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലേക്ക് പോകും. അതായത് യൂണി ഡയറക്ഷനായിട്ടുള്ള ഒരു കറണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ക്ലിയർ ആണോ? ഇപ്പോൾ ഇതോടുകൂടി നമ്മളെ ജനറേറ്റർ എന്ന ടോപ്പിക്ക് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഫോം ചെയ്തിട്ടുള്ള സിഗ്നൽസിൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നമുക്കറിയാം, ഇറ്റ് ഈസ് എൻ എ സി. എ സി ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എ സി ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എന്ത്, ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ആണ്. പിന്നെ അടുത്ത ടോപ്പിക്കാണെന്ത്, ബാറ്ററി ഡി സി. അതായത് ഒരു ബാറ്ററി, നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് എക്സ്പെൽ ചെയ്യുന്ന കറണ്ടിൻ്റെ ഗ്രാഫാണെന്ത് ഇവിടെ 2 സെക്കൻഡ് വേണമായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ആർക്ക്, ആ കറണ്ടിന്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ തേർഡ് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ തേർഡ് ഒന്നാണത് ഡി സി കറണ്ട് ഫ്രം ജനറേറ്റർ. ഇപ്പോൾ ഡി സി കറണ്ടിൻ്റെ ഗ്രാഫാണെന്ത് ഈ തേർഡ് വണ്ണായി കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം,
ഇറ്റ് ഓൺലി മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ഡയറക്ഷന് മാത്രമേ ഇത് മൂവ് ചെയ്യുന്നുള്ളൂ. പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷന് മാത്രമേ ഇത് മൂവ് ചെയ്യുന്നു. ആൻഡ് the EMF increases and decreases. As like the AC current, the EMF increases and decreases. But the difference is, in AC current, the current moves in both the direction, positive and negative direction. But in DC current, it only moves in one particular direction. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറേറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ജനറേറ്റർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ബേസിൽ AC ജനറേറ്ററും DC ജനറേറ്ററും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നോക്കിയിട്ടുള്ളത്.